തൻ്റെ 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേ രാത്രിയിൽ ഉറക്കത്തിൽ കാർലോയ്ക്ക് വിശുദ്ധ ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെട്ടു. 14ാമത്തെ വയസ്സിൽ പാപത്തേക്കാൾ മരണം എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോയി സ്വർഗത്തിൽ പ്രവേശിച്ച കുട്ടികളുടെ വിശുദ്ധനാണല്ലോ വിശുദ്ധ ഡൊമിനിക് സാവിയോ. വിശുദ്ധ ഡൊമിനിക് സാവിയോയും 7ാമത്തെ വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തിയത്. സൂര്യൻ്റെ തേജസ്സിനേക്കാൾ 10 മടങ്ങ് പ്രശോഭിക്കുന്ന തൂവെള്ള വസ്ത്രമായിരുന്നു ഡൊമിനിക് സാവിയുടെയും കൂടെയുള്ള കുട്ടികളുടെയും. ഒത്തിരിയേറെ മാലാഖമാരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. കണ്ണഞ്ചിക്കുന്ന പ്രകാശ ധോരണികൾ അവിടെയെല്ലാം വ്യാപിച്ചിരുന്നു. കൊച്ചു കാർലോ അത്യധികം ആകാംക്ഷയോടെയും ജിജ്ഞാസയോടെയും വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കണ്ടു. വിശുദ്ധ ഡൊമിനിക് സാവിയോ കാർലോയോട് പറഞ്ഞു, കാർലോ, നീ നാളെ ഈശോയെ സ്വീകരിക്കുകയാണല്ലോ. ഞാനും 7ാമത്തെ വയസ്സിൽ ഈശോയെ സ്വീകരിച്ചതിൻ്റെ തലേ ദിവസം എനിക്ക് പരിശുദ്ധ അമ്മയും വിശുദ്ധ ടാർസിയൂസും പ്രത്യക്ഷപ്പെട്ടിരുന്നു. 12ാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാന തിരുവോസ്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച കൊച്ചു വിശുദ്ധനാണ് വിശുദ്ധ ടാർസിയൂസ്. അന്ന് വിശുദ്ധ ടാർസിയൂസ് എന്നോട് പറഞ്ഞിരുന്നു, ഡൊമിനിക് സാവിയോ, ധാരാളം കുട്ടികളും യുവാക്കളും ഇന്ന് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നീ 14ാമത്തെ വയസ്സിൽ സ്വർഗത്തിൽ വരും. കാർലോ, ഞാനും നിന്നോട് പറയുന്നു, ഇന്ന് യുവാക്കളും യുവതികളും, എന്തിനേറെ കുട്ടികൾ പോലും വല വീശപ്പെട്ടിരിക്കുകയാണ്. സാത്താൻ അവരെ കെണിയിൽപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വലയാണ് ഇൻ്റർനെറ്റ്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്താൽ നിനക്ക് ഇൻ്റർനെറ്റിൽ നല്ല ഒരു കഴിവ്, പ്രാവീണ്യം പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും. പക്ഷേ നീ ഒന്ന് ഓർത്തോണം, നിൻ്റെ യാത്ര ഒരു നൂൽപ്പാലത്തെ കൂടെയാണ്. നിൻ്റെ കണ്ണൊന്നിടറിയാൽ, മനസ്സൊന്ന് പതറിയാൽ നീ നിലം പതിക്കും. ആയതിനാൽ നീ നാളെ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് കണ്ണുകളെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയും കൃപയും കിട്ടാൻ വേണ്ടിയാണ്. നിൻ്റെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കട്ടെ എല്ലായ്പ്പോഴും. നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം. ദൈവബലിയിൽ ദിവസവും നീ പങ്കെടുക്കണം. നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയും, നിൻ്റെ വലതുവശത്ത് ഈശോയും, നിൻ്റെ ഇടതുവശത്ത് പരിശുദ്ധ അമ്മയും, നിൻ്റെ മുൻപിൽ വിശുദ്ധന്മാരും നിൻ്റെ പിൻപിൽ മാലാഖമാരും ഉണ്ടായിരിക്കട്ടെ. സാത്താനോട്ട് പൊരുതുവാനുള്ള നിൻ്റെ ഏറ്റവും വലിയ ആയുധമായിരിക്കും ജപമാല. അപ്പോൾ കാർലോ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഡൊമിനിക് സാവിയോയെ, എനിക്കും ഒരു വിശുദ്ധനാകണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഡൊമിനിക് സാവിയോ കാർലോയോട് പറഞ്ഞു, കാർലോ, നീ അത്യധികം ആഗ്രഹിക്കുക. വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം തേടുക. അപ്പോൾ കാർലോ ഡൊമിനിക് സാവിയോട് ചോദിച്ചു, ഡൊമിനിക് സാവിയോ, നിനക്ക് ഈ അരക്കെട്ട് കാണുന്നുണ്ടല്ലോ, അതെന്താ? കുട്ടികളുടെ എല്ലാവരുടെയും അരയിലൊരു കെട്ടുണ്ടല്ലോ, അതെന്താണത്? അപ്പോൾ ഡൊമിനിക് സാവിയോ വിവരിച്ചു കൊടുത്തു, കാർലോ, ഇത്
ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പ്രതി സ്വന്തം ജീവൻ സമർപ്പിച്ച് രക്തസാക്ഷികളായി തീർന്നവർക്കും, അതുപോലെ തന്നെ ശുദ്ധത ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താതെ ജ്ഞാനസ്നാനം മാമോദീസ സ്വീകരിച്ചപ്പോൾ കിട്ടിയ ആ ദൈവപ്രസാദം നഷ്ടപ്പെടുത്താതെ സ്വർഗത്തിൽ എത്തിയവർക്കും പ്രത്യേകം അവർക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു പ്രതിഫലമാണ് അരയിലെ ഈ കെട്ട്. അപ്പോൾ കൊച്ചു കാർല പറഞ്ഞു, എനിക്കും വേണം അത്. അപ്പോൾ മിസ്റ്റർ ഡൊമിനിക് പറഞ്ഞു, നീ പേടിക്കേണ്ട, തീർച്ചയായിട്ടും നിനക്കത് ലഭിക്കും. നീ ഒരു കാര്യം ചെയ്യണം, നീ ഇൻ്റർനെറ്റ് ദൈവികാരുണ്യ ഭക്തിയെ പ്രചരിപ്പിക്കുന്നതിനും ദൈവികാരുണ്യ അത്ഭുതങ്ങളെ പറ്റി ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നതിനും വേണ്ടി നീ ശ്രമിക്കുക. നാളെ മുതൽ നീ ആ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാകും. അപ്പോൾ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ കാർല പറഞ്ഞു, മിസ്റ്റർ ഡൊമിനിക് സാവിയോയെ, എനിക്കും 14-ാമത്തെ വയസ്സിൽ മരിക്കണം. അപ്പോൾ മിസ്റ്റർ ഡൊമിനിക് സാവിയോ കൊച്ചു കാർലോയോട് പറഞ്ഞു, കാർലോ, നിൻ്റെ 14-ാമത്തെ വയസ്സിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രത്യേക ദൗത്യം, വെബ്സൈറ്റ് നിർമ്മാണം നീ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈശോ നിന്നെ തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതല്ല, നീ 15-ാമത്തെ വയസ്സിലാണ് അത് പൂർത്തീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നീ 15-ാമത്തെ വയസ്സിൽ സ്വർഗത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ കാർലോ വീണ്ടും പറഞ്ഞു, മിസ്റ്റർ ഡൊമിനിക് സാവിയോയെ, എനിക്ക് വിശുദ്ധിയിൽ വളരാനുള്ള കൃപയ്ക്കായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് എൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വെബ്സൈറ്റ് പൂർത്തീകരിച്ച് സ്വർഗത്തിൽ വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും മിസ്റ്റർ ഡൊമിനിക് സാവിയോയെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള അനേകം കുട്ടികൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ ഇൻ്റർനെറ്റ് എന്ന വലയിൽപ്പെട്ട് പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഡൊമിനിക് സാവിയോയെ നീ പറഞ്ഞുവല്ലോ. അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ദൈവിക ശക്തി എനിക്ക് ലഭിക്കുവാനും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മിസ്റ്റർ ഡൊമിനിക് സാവിയോ പുഞ്ചിരിച്ചുകൊണ്ട് കൊച്ചു കാർലോയോട് പറഞ്ഞു, നീ 2 കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നിന്നെ കുടുക്കാനായിട്ട് പിശാച് വിരിക്കാൻ പോകുന്ന വലകൾ 3 ഒന്ന് ഇൻ്റർനെറ്റ് തന്നെ. നീ ദൈവീകരണത്തെക്കുറിച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും നിനക്ക് ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിന്നെ എല്ലാ വിധത്തിലും പിശാച് പ്രലോഭിപ്പിക്കും. അശുദ്ധിയുടെ വെബ്സൈറ്റുകൾ കാണുവാനും വീഡിയോകൾ കാണുവാനും പിശാച് നിന്നെ പ്രേരിപ്പിക്കും. നീ ഒരിക്കലും വീഴരുത്. 2-ാമത്തെ കാര്യം, നീ ഭക്ഷണപ്രിയം അതിനെ കടിഞ്ഞാടിടുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. 3-ാമത്തത്, കൂട്ടുകാരോടുള്ള ചീത്ത കൂട്ടുകെട്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കൂട്ടുകെട്ട്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ചങ്ങാത്തം നീ തീർത്തും നിശേഷം ഉപേക്ഷിക്കുകയും വേണം. ഈ 3 കാര്യങ്ങൾ നീ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈശോ നിന്നെ വഴി നടത്തും. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം. ഉണ്ണീശോയെ, വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ഉറങ്ങുവാൻ, വിശുദ്ധിയിൽ മരിക്കുവാൻ എനിക്ക് അനുഗ്രഹം തരണമേ. എല്ലായ്പ്പോഴും നിൻ്റെ കൈവശം ഒരു ജപമാല ഉണ്ടായിരിക്കട്ടെ. ജപമാല ചൊല്ലാതെ ഒരിക്കലും നീ ഉറങ്ങരുത്. അതുപോലെ തന്നെ ഞാൻ നിത്യേന ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിതായിരുന്നു, ഞാൻ വിശുദ്ധ ഡോൺ ബോസ്കോയോടൊപ്പം ആയിരുന്നപ്പോൾ, ലൊറേറ്റയിലായിരുന്നപ്പോൾ എന്നും ഉറങ്ങുന്നതിന് 3 നന്മ നിറഞ്ഞ മറിയം
ചൊല്ലിയിട്ടേ ഉറങ്ങുമായിരുന്നുള്ളൂ. എൻ്റെ മരണം വരെ ഞാൻ ഈ പ്രാർത്ഥന നിത്യേന ചൊല്ലിയിരുന്നു. നീയും ഇന്നു മുതൽ മരണം വരെ ഉറങ്ങുന്നതിന് മുമ്പ് 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രത്യേകം ചൊല്ലി നിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിനക്ക് ഇന്നു മുതൽ ഭൂമിയിൽ 2 അമ്മമാരേ ഉള്ളൂ. ഒന്ന് നിനക്ക് ജന്മം നൽകിയ അമ്മ, 2 പരിശുദ്ധ അമ്മ ദൈവമാതാവ്. നിൻ്റെ ജീവിതത്തിൽ ഇനിമേൽ 2 സ്ത്രീകളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അമ്മ, 2 പരിശുദ്ധ അമ്മ ദൈവമാതാവ്. കാർലോ, തീർച്ചയായിട്ടും നിനക്ക് സ്വർഗത്തിൽ എത്തുവാനായിട്ട് സാധിക്കും. സന്തോഷവാനായിട്ട് അതീവ സമാധാനത്തോടെയും ശാന്തിയുടെയും നല്ല മനസ്സോടെ നിനക്ക് മരണത്തെ സ്വീകരിക്കാൻ സാധിക്കും. നീ ഒരു കാര്യം ചെയ്യണം. ദൈവത്തിന് അനിഷ്ടകരമായിട്ടുള്ള ഒരു കാര്യവും നീ ചെയ്യരുത്. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നീ പരിശുദ്ധ അമ്മയോടും ഈശോയോടും നീ ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ഈശോയ്ക്ക് ഇഷ്ടമാണോ? അമ്മയോട് ചോദിക്കണം, അമ്മേ ഞാനത് ചെയ്തോട്ടെ. അമ്മ നിന്നെ നയിക്കും തീർച്ചയായിട്ടും ഈശോയിലേക്ക്. ഈശോ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ സഹപാഠികളെയും നിൻ്റെ കൂട്ടുകാരെയും എല്ലാം വിശുദ്ധിയിൽ വളരാനായിട്ട് നീ സഹായിക്കും. നിൻ്റെ മരണശേഷം അനേകം യുവാക്കളും യുവതികളും ഈശോയുടെ പാതയിലൂടെ നടക്കാൻ തുടങ്ങും. കാർലോ, എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക, സ്വർഗത്തിലേക്കുള്ള ഹൈവേയാണ് വിശുദ്ധ ദൈവികാരുണ്യം, വിശുദ്ധ കുർബാന. ഇത് നീ ഒരിക്കലും മറക്കരുത്. നിനക്കറിയോ, ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവരും നിഷ്കളങ്കരാണ്. ദൈവം വിശുദ്ധിയുള്ള ശിശുക്കളെയാണ് ഭൂമിയിലേക്ക് വിടുക. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ജീവിത പ്രാരാബ്ദങ്ങളുടെ ആധിക്യം മൂലമോ അവരെല്ലാം വഴിതെറ്റിപ്പോകുന്നു, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുന്നു. നിനക്ക് ഇപ്പോഴുള്ള ഈ നിഷ്കളങ്കമായിട്ടുള്ള വിശുദ്ധി നീ കാത്തു പാലിക്കണം, കാത്തു സൂക്ഷിക്കണം. കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിൻ്റെ മരണശേഷം അനേകം പേര് സ്വർഗത്തിലേക്ക് എത്തും. നിനക്കറിയോ, ലോകത്തിലേക്ക് വരുന്ന ഓരോ ശിശുവും ഒറിജിനൽ ദൈവത്തിൻ്റെ ഛായയിലും സദൃശത്തിലുമാണ് ഇവിടെ വരിക. പക്ഷേ അവർ മരിക്കാറാകുമ്പോഴേക്കും അവർ ഒറിജിനലല്ല, പിന്നെയോ അവർ ഫോട്ടോ കോപ്പികളായി മാറുന്നു. ഈ ലോക തിന്മയുടെ ഫോട്ടോ കോപ്പികളായി അവർ മാറുകയാണ്. ഈശോ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈശോ നിന്നെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഏത് പ്രലോഭനമുണ്ടായാലും, ഏത് പാപസാഹചര്യമുണ്ടായാലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും അശുദ്ധ പാപങ്ങളിൽ നിന്നും നിന്നെ കാത്തുരക്ഷിക്കും. നിനക്ക് അനേകം പ്രലോഭനങ്ങളുണ്ടാവും. പക്ഷെ നിനക്ക് ആ പ്രലോഭനങ്ങളെല്ലാം ചേർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. അതും ഒരു വിധത്തിലൊരു രക്തസാക്ഷിത്വം തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ നീയും സ്വർഗത്തിൽ വരുമ്പോൾ നിനക്കും തീർച്ചയായും ഒരു അരക്കെട്ട് ലഭിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ഇത്രയും പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഡൊമിനിക് സാവിയോ മറ്റു കുട്ടികളോടൊപ്പം മാലാഖമാരോടൊപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അപ്രത്യക്ഷരായി.